ആന വിരണ്ടോടി 3 പേർ മരിച്ച സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. 194 വകുപ്പ് പ്രകാരം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തത്. അതേസമയം ആന എഴുന്നള്ളിപ്പിന് കർശന നിയന്ത്രണം ഒരുക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് മരണപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കും. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, കൊയിലാണ്ടിയിൽ ആന വിരണ്ടോടി തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച 3 പേരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പരിക്കേറ്റ നിരവധി പേരുണ്ട്. അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എപ്രകാരമാണ്? ഇന്ന് മരണപ്പെട്ടവരുടെ വീടുകൾ വനം മന്ത്രി സന്ദർശിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. മരണപ്പെട്ടവരുടെ വീടുകൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ അല്പസമയത്തിനകം സന്ദർശിക്കുമെന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പ്രധാനമായും ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ADM സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് വെടിക്കെട്ട്, അതായത് അനുവദനീയമല്ലാത്ത രീതിയിൽ വെടിക്കെട്ട് നടത്തി അത് ആന ഇടയുന്നതിന് കാരണമായി എന്നൊരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ നിഗമനം എന്ന് പറയുന്നത് ഈ ആന ഇടഞ്ഞല്ല, അതായത് ഈ ആന കുത്തിയോ മറ്റ് ചവിട്ടി പരിക്കേൽപ്പിച്ചോ അല്ല മരണകാരണം ഉണ്ടായിരിക്കുന്നത്. പകരം ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ ഈ മരിച്ചവരുടെ ദേഹത്ത് ചതവും മുറിവുകളും ഒക്കെ തന്നെയും ഉണ്ടാക്കിയിരുന്നു. അതാണ് മരണത്തിന് ഇടയാക്കിയത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ എത്തിയിട്ടുള്ളത്. അത് പ്രാഥമിക നിഗമനം മാത്രമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിൽ വ്യക്തത വരാനുണ്ട്. പക്ഷേ ഈ വനം വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ ഉൾപ്പെടെ തന്നെ ഈ നാട്ടാന ചട്ടപരിപാലനം ഒക്കെ തന്നെയും ലംഘിച്ചു എന്നൊരു കാര്യം പറയുന്നു. പ്രധാനമായും ഈ ആനയ്ക്ക് ചങ്ങലയൊക്കെ ഇട്ട് വേണം ഇത്തരത്തിൽ എഴുന്നള്ളിപ്പിന് നിർത്തുവാൻ. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവിടെ ക്രമീകരിച്ചിരുന്നില്ല എന്നൊരു കാര്യവും ഈ വനം വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല ഈ പീതാംബരനാണ് ഈ വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ടതോടുകൂടി ഈ പീതാംബരൻ ഇടയുകയും പിന്നീട് തൊട്ടടുത്ത് എഴുന്നള്ളിപ്പിന് നിർത്തിയ ഗോകുലിനെ പിന്നിൽ നിന്ന് കുത്തുകയുമായിരുന്നു. പ്രത്യേകിച്ച് ഈ പീതാംബരന്റെ ഒരു സ്വഭാവ സവിശേഷതകൾ പറയുകയാണെങ്കിൽ ഈ വിരളുന്ന സ്വഭാവമുള്ള ആനയാണ് പീതാംബരൻ. അതുകൊണ്ട് തന്നെ ഈ പീതാംബരനെ ഇത്തരത്തിൽ എഴുന്നള്ളിപ്പിനൊക്കെ തന്നെയും പങ്കെടുപ്പിക്കുമ്പോൾ ഒറ്റയ്ക്കാണ് എഴുന്നള്ളിക്കാറുള്ളത് എന്നൊരു റിപ്പോർട്ട് തന്നെയാണ് സർക്കാരിന് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇത് മറ്റൊരു ആനയുടെ കൂടെ എഴുന്നള്ളിപ്പിന് പീതാംബരനെ നിർത്തി എന്നൊരു കാര്യവും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ക്ഷേത്ര കമ്മിറ്റിക്കാർ പറയുന്നത് ചടങ്ങിന്റെ ഭാഗമായി ചെറിയൊരു രീതിയിലുള്ള കഥന മാത്രമേ പൊട്ടിച്ചിട്ടുള്ളൂ, തങ്ങൾ വെടിക്കെട്ട് നടത്തിയിട്ടില്ല എന്നൊരു വിശദീകരണമാണ് ക്ഷേത്ര കമ്മിറ്റിക്കാരുടെ ഭാഗത്ത് നിന്ന് നിലവിൽ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ കൊയിലാണ്ടി പോലീസ് കേസെടുത്തിട്ടുണ്ട്. 194 വകുപ്പ് പ്രകാരമുള്ള കേസ്. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ കൊയിലാണ്ടി പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈ വെടിക്കെട്ട് നടത്തിയത് ആരാണെന്ന അന്വേഷണത്തിലാണ് അവർ ഉള്ളത് എന്നൊരു കാര്യം തന്നെയാണ്. നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആശുപത്രിയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നൊരു വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 12 പേരോളം മെഡിക്കൽ കോളേജിൽ അന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. അതിൽ 2 പേർ സുഖം പ്രാപിച്ച് ഡിസ്ചാർജ് ആയി എന്നൊരു വിവരവും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുണ്ട്. എന്തായാലും പല വാദഗതികൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. വനം വകുപ്പ് നൽകിയ റിപ്പോർട്ടിൽ നാട്ടാന പരിപാലന ചട്ടങ്ങൾ ലംഘിച്ചു. അതോടൊപ്പം തന്നെ ADM നൽകിയ റിപ്പോർട്ടിലും ഇത്തരത്തിൽ വെടിക്കെട്ട് ആന ഇടയുന്നതിന് കാരണമായി എന്നൊരു കാര്യം പറയുന്നു. പ്രധാനമായും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭ്യമാവാനുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്താണ് ഇത്തരത്തിൽ ഈ ആന ഇടയാനുണ്ടായ സാഹചര്യം എന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഒരാഴ്ചക്കാലത്തോളം കോഴിക്കോട് ജില്ലയിൽ ക്ഷേത്ര ഉത്സവത്തിന് ആന എഴുന്നള്ളിപ്പിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വലിയൊരു ഉത്സവമായിരുന്നു. ആ ഉത്സവം ഇത്തരത്തിൽ ദുരന്തത്തിൽ അവസാനിച്ചതിന്റെ നടുക്കത്തിൽ തന്നെയാണ് മണക്കുളങ്ങര ദേശവാസികൾ. രോഹിണി, ശരി, സ്ഥലവാസികൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. എന്തായാലും സമീപ പ്രദേശങ്ങളിലെ എഴുന്നള്ളിപ്പുകൾക്കൊക്കെ നിയന്ത്രണം വന്നിട്ടുണ്ട്. അത് എന്തായാലും ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. വനം മന്ത്രി ഇന്ന് സംഭവസ്ഥലത്ത് എത്തുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന.